അതായത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് കാലത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാനെ വചനം നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം പറയണത്. എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്? അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും. അപ്ലൈഡ് തിയോളജി, അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും. എന്താണ് എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും. എന്താണ്, എങ്ങനെയാണ്, എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്ക് അവകാശമാക്കാൻ പറ്റും? അതിൻ്റെ റോൾ ഓഫ് ദി കവനൻ്റ്, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ്? അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുക. ഇപ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറയുടെ വരത്തില്ലേ, അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട്. എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും? അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത്. കവനൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താ പറയുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് എപ്പോഴും അതിന് പ്രഖ്യാപിതമായ ഒരു പഠനമാണത്. ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇവിടെ ആൾക്കാരെ കേട്ടുനിന്ന സാക്ഷി ഇതാണ്. അത് ഒരു പയ്യൻസ് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്വർഗസ്ഥ പിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണമെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഈ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന്. അപ്പം ഞാനോർത്ത്, പിന്നെ എന്തിനാ ഇവന് ഉടമ്പടി വന്നത്? ഉടമ്പടി വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മാത്രമല്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോഴൊക്കെ മനസ്സിലാകും, ആ വീട്ടിൽ അവന് 10-27 വയസ്സുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ചെല്ലിച്ചിട്ടുള്ളൂ. എന്ന് പപ്പ പറഞ്ഞു കൊടുക്കണ ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയല്ല. അതാണ് പപ്പയുടെ സ്റ്റാൻഡേർഡാണ്. അത് ശരിയാണല്ല, പപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന, ഇതാണ് ഈശോ പഠിപ്പിച്ചത്. ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയല്ല എന്നാണ്. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തിനാ പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തത്? ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല. കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും, നമുക്കറിയാമല്ലേ, പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു പ്രശ്നത്തിന് പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായ മാത്രം പോരാ. പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ എന്താണെന്നറിയോ? എന്താണ്? പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും, പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും. കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലേ. ഇപ്പം ദൈവശാസ്ത്രത്തിൽ തെറ്റുണ്ടാകത്തില്ല. പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യണത് ആരാണ്?
നമ്മളാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് ഈ യുദ്ധകാല അവസ്ഥ ഒരു യുദ്ധകാല അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത്. നമുക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല, നമുക്കൊരു 5% സപ്പോർട്ട് കിട്ടിയാൽ മതി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ പിതാവിന് പറ്റണ ഒരു അബദ്ധം അതാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ്, പക്ഷെ നമുക്കതിൻ്റെ മെക്കാനിസം അറിയത്തില്ല. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ, അപ്പോൾ ഇനി അതിനേക്കാൾ വലുതാനുള്ള പ്രാർത്ഥന ഇല്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആരാ? നമ്മളാണിത് ഉപയോഗിക്കുന്നത്. അതാണ് വിഷയം പറയണത്. നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ, അതാണ് പ്രശ്നം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് പ്രയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി? പെട്ടെന്ന് ഉത്തരം കിട്ടി. നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും. എന്താണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈടുവെപ്പ് ആ വ്യക്തിക്ക് ഉണ്ടാകണം. അത് നിസ്സാരമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 6:9 എടുത്ത്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെല്ലാം ഒന്നാണ്. അതാണ് വിഷയം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്, ഇതെല്ലാം ഒന്നാ. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ദൈവനാമത്തിന് അതിൽ തന്നെ മഹത്വമുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഉപരിമഹത്വമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറെ, ഇഗ്നേഷ്യസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും. കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ ഡിസബിലിറ്റി, അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവനാമം മഹത്വപ്പെടും. ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്നാണ് പറയണത്. അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവറും ഇഗ്നേഷ്യസ് ലയോളയും കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി എന്ന് എഴുതാൻ കാര്യം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഗ്രേറ്റർ ഗ്ലോറിയിലേക്കാണ് പോകുന്നത്. സ്വതവേ മഹത്വമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകും. അത് തന്നെയാണ് ആ 3 വശവും കിടക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മിന്നൽപ്പിണർ പോലെ തന്നെ അതിന് മറുപടി ഉണ്ടായി. കാര്യം അത്രയും പെർഫെക്റ്റാണ് ആ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തന്നെ സ്വർഗസ്ഥനായ പിതാവ് തന്നെ ഈശോ പ്രാർത്ഥിച്ച സമയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:28, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം, അതാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഈശോ ശിഷ്യന്മാരെ താൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈശോ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. പിടിയിട്ടില്ലേ? ആ പ്രാർത്ഥന കറക്റ്റാണ്, പെർഫെക്റ്റാണത്. എന്താണ് 12:28? അത് 6:9 മത്തായി 6:9 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന തന്നെയാണ് 12:28 പ്രാർത്ഥിക്കുന്നത്. ഈശോയ്ക്കൊരു ജീവിത പ്രശ്നം ഉണ്ടായപ്പോൾ
ഈശോ അത് ആക്ടിവേറ്റ് ചെയ്യണ ഈ പ്രാർത്ഥനയാണ്. എന്താന്ന് പറഞ്ഞ് 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നാണ് പരിപാടി. ഓക്കെ, ഇത് പെട്ടെന്നാണ് കാര്യം. എന്താ, പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് അനുസരിച്ച് ചെയ്യുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഡിസൈൻ ചെയ്ത്. തിയോളജിക്കലി പെർഫെക്റ്റ് ആണത്, ബിബ്ലിക്കൽ തിയോളജിക്ക് പെർഫെക്റ്റ് ആണത്, സ്പിരിച്വൽ തിയോളജി പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ടക്ക് എന്നാണ് ഉത്തരം കിട്ടുന്നത്. എന്താ പറയണത്? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോഴേ ഈ പ്രാർത്ഥന പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിന് ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ച ആള് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായി? പ്രാർത്ഥിച്ച ആള് ഓക്കെ ആയതുകൊണ്ടാണ്. നമ്മളാ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കാര്യം ആ പ്രാർത്ഥനയും നമ്മളും തമ്മിൽ വലിയ ബന്ധമില്ല. അതാണൊരു പ്രശ്നം വരണത്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത നേടുന്നതാണ്. അതിനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക ജീവിതം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും ചുണങ്ങമ്പേലി സെൻറ്റ് ജോസഫ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു പൾമണോളജിസ്റ്റാണ്, ഒരു ശ്വാസകോശ രോഗ വിദഗ്ധയാണ്. എൻ്റെ പേര് ജോത്സ്ന. ഞാൻ 8 വർഷം ആലുവയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ സീനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ UAE മൂവ് ചെയ്തു. അവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു ആധ്യാത്മികതയിലെ നമുക്ക് ആ ഒരു ശൂന്യതയെല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി. കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും കൃപാസനം പോലെയുള്ള ടോക്കുകളും എല്ലാം കേൾക്കാൻ തുടങ്ങിയത്. അവിടെ നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് മാറുമ്പോൾ എപ്പോഴും നമുക്ക് പല പല ചലഞ്ചസ് ഉണ്ട്. അവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും അതുമെല്ലാം ആയിട്ട് ഞങ്ങൾ ദൈവികമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഫീൽഡിൽ തന്നെ ഈ ശ്വാസകോശ രോഗ സ്പെഷ്യാലിറ്റി തന്നെ ഒരു പ്രത്യേക കോഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു. 2 വർഷമായി പല പല ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സിൽ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ് പലയിടത്തും ഞാനിത് ട്രൈ ചെയ്തു. മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിലെല്ലാം ട്രൈ ചെയ്തു. 2027 എനിക്ക് അതിനൊരു സ്ലോട്ട് ലഭിക്കുകയും ചെയ്തു. ഇൻ്റർവെൻഷണൽ പൾമണോളജി എന്നാണ് ആ കോഴ്സിന് പറയുന്നത്. അത് ഞാൻ ഇവിടെ വന്ന് എനിക്കതൊരു നിരാശയായിരുന്നു. കാരണം എത്രയോ ട്രൈ ചെയ്തു, പ്രായം മുന്നോട്ട് പോകുന്നു, പഠിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി എല്ലാം കുറയും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ത്വരയായിട്ട് മനസ്സിൽ കിടക്കുകയായിരുന്നു. ബാക്കി മെറിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇഷ്ടംപോലെ സയൻറ്റിഫിക് പബ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ മെറിറ്റും നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം സ്വന്തം മെറിറ്റിലാണെന്നുള്ളൊരു അഹങ്കാരം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തത് ഞങ്ങൾ ജനുവരി 15-ാം തീയതിയാണ്. ജനുവരി 15-ാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് 90 ദിവസത്തിനുള്ളിൽ മലേഷ്യയിൽ നിന്ന് ലെറ്റർ വരികയാണ് 2027 കോഴ്സ് 2 വർഷം സമയചുരുക്കമായിട്ട് 2025 ഏപ്രിലിൽ പോകാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു അത്ഭുതവും മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുമായിട്ട് ശരിക്കും ദേവകുമാരനോട് പറഞ്ഞ പോലെ ഞങ്ങളുടെ ആ കൽഭരണികളിൽ വീഞ്ഞ് നിറച്ചതിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അതിനുശേഷം ഞാൻ മലേഷ്യയിൽ പോയി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനിടയിൽ 3 മാസം തികഞ്ഞപ്പോൾ ഞാൻ മലേഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ദൈവിക അനുഭവം. ഇതിനിടയിൽ ഞങ്ങളുടെ വീട്ടിലും വളരെയധികം വ്യത്യാസങ്ങൾ വന്നു. കൂടുതൽ ക്രിസ്തീയതയിലേക്ക് അടുക്കാനും ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടാനും സുവിശേഷത്തിൻ്റെ രീതിയിൽ ജീവിക്കാനും ബൈബിളിലേക്ക് കൂടുതൽ ആഴത്തിൽ പഠിച്ചിറങ്ങാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഈ ടോക്കുകൾ കേൾക്കാനും ആ ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനും അതിനൊക്കെ ഉള്ള ഒത്തിരി ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസ് പറയുമ്പോൾ എപ്പോഴും പുറമേ ഉള്ളവർ ചോദിക്കും, നിങ്ങൾ ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉള്ളവർ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പുറകെ പോകാമോ? അപ്പോൾ അതൊരു എപ്പോഴും കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ജോസഫച്ചൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ലോവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു കുറച്ചിലും ഒരു വിമുഖതയൊക്കെ വരുന്നത്. ഞങ്ങൾ പ്രത്യേകിച്ച് പത്രം കൊടുക്കുന്ന സമയത്ത് പലരും നമ്മളോട് മുഖം വെട്ടിച്ച് കാണിക്കുകയും നമ്മൾക്ക് ആ ഒരു
ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസൾട്ട് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു പാതയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതി ഞങ്ങൾ അതിനെ എല്ലാത്തിനെയും ഫേസ് ചെയ്ത് ഞങ്ങൾക്ക് ആ ഒരു പ്രഘോഷിക്കാനും എല്ലാത്തിനുമുള്ള കൃപ ലഭിച്ചു. എൻ്റെ ചരിത്രം ഓൾമോസ്റ്റ് ഇതുപോലെ എൻ്റെ വൈഫ് പറഞ്ഞ പോലെ തന്നെയാണ്. ഞങ്ങളുടെ കൃപാസനത്തിൽ ഞാൻ പേഴ്സണലായിട്ട് ഈ ഉടമ്പടി എടുക്കാൻ കാരണമായത് എൻ്റെ വൈഫാണ്. ഞങ്ങൾ എൻ്റെ പേര് ഡോക്ടർ ബിപിൻ. ഞങ്ങൾ ചൊടങ്ങുമേലി സെൻറ്റ് ജോസഫ്സ് ഇടവകയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചുറ്റുപാട് ഏറെക്കുറെ വൈഫ് പറഞ്ഞതുപോലെ 2 വർഷം മുമ്പ് ഇവിടെ ഞങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന സമയത്താണ് ഞങ്ങൾ UAE മാറുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ചൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പീഡിയാട്രിക് ICU എക്സ്പേർട്ടാണ്. ICU എന്ന് പറഞ്ഞാൽ അറിയാം, കുട്ടികളിൽ തന്നെ തീവ്രപരിചരണ വിഭാഗം വളരെ കുറവായിട്ടാണ് കേരളത്തിൽ പോലും ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിൽ തന്നെ ഒരു വലിയ പ്രമുഖ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗം മേധാവിയായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇത്രയും വർഷങ്ങളിൽ എനിക്ക് MBBS കഴിഞ്ഞിട്ട് 16 വർഷമായി. മെറിറ്റിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആളാണ്. MBBSഉം MDയും അത് കഴിഞ്ഞുള്ള ഫോറിൻ ഫെലോഷിപ്പും എല്ലാം മെറിറ്റിൽ മാത്രം കിട്ടി. അപ്പോൾ UAE ചെന്ന് കഴിയുമ്പോഴും അവിടെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ ആ ക്രെഡൻഷ്യൽസും ഇവിടുത്തെ ആ ക്വാളിഫിക്കേഷനും വെച്ച് ഈ പറഞ്ഞ ICU വർക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് പോകുന്നത്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ സാധാരണ ഒരു സ്പെഷ്യാലിറ്റി എല്ലാവർക്കും ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടും. അതിന് മുകളിലേക്ക് ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് എല്ലാം അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു പാനൽ തരുന്ന ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാവരും അങ്ങനെ എല്ലാത്തിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ ട്രെയിനിങ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും അത് വളരെ നിസ്സാരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർ കോൺഫിഡൻസും മെറിറ്റിലുള്ള ഒരു അമിത വിശ്വാസവും തന്നെ, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ തന്നെ പോയ ആളാണ് ഞാൻ. പക്ഷെ ഞാൻ അവിടെ പോയി ഈ പറഞ്ഞ ICU സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ചലഞ്ചസ് ഫീൽ ചെയ്ത് തുടങ്ങി. ഇവിടുത്തെ പോലത്തെ നേഴ്സസ് ട്രെയിനിങ്ങോ അങ്ങനെ ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാമും. അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ നേരത്ത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യണം. നമുക്ക് ഇവിടുത്തെ പോലെ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ മാർച്ച് 2024 ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങിയതാണ്. സാധാരണഗതിയിൽ ഒരു 6 മാസം കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം അവർ വൈവയായിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരേണ്ട. പക്ഷെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജിൽ ഇതിങ്ങനെ മുടങ്ങിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് എന്താ നടക്കാത്ത. അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്ത ആ എക്സ്പെർട്ടൈസും എല്ലാം പതുക്കുന്ന സ്കില്ല് പോകാൻ തുടങ്ങി. നമ്മളത് സ്ഥിരമായിട്ട് സിക്ക് പേഷ്യൻസിനെ കണ്ട് അവരിൽ ചികിത്സിക്കുന്ന ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ നമ്മൾ ജനറലായിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി വരും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ വൈഫ് ഡോക്ടർ ജോത്സ്നയുടെ ജീവിതത്തിൽ ഈ പുള്ളിക്കാരത്ത് ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിച്ച ആ കാര്യം 2 വർഷത്തെ ടൈം ഷോർട്ടനെങ്കിൽ പുള്ളിക്ക് പോകാൻ പറ്റിയത്. ഞങ്ങൾ ഒരുമിച്ച് ചില ദിവസങ്ങളിൽ ഉറങ്ങാതെ ഇരുന്ന് ഇത്രയും ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. പുള്ളിക്ക് ഭയങ്കര നിരാശയായിരുന്നത്. അപ്പോൾ അത് നടന്നപ്പോൾ എനിക്കും വിശ്വാസമായി. അങ്ങനെയാണ് പിന്നെ എൻ്റെ കാര്യം മാതാവിന് ശരിയാക്കി തരാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരത്തി പുതുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് മെയ് 3-ാം തീയതി. ഈ 3 മാസം ആയിട്ടില്ല. അപ്പോൾ ഞാനത് അങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് എക്സാം എഴുതി കിട്ടിയാൽ മതി. എക്സാമിൽ പിന്നെ കിട്ടിയില്ലെങ്കിലും തോറ്റുപോയാലും ഒന്നും നമുക്ക് ആരും കുറ്റപ്പെടുത്താനില്ല. പക്ഷേ എനിക്ക് എക്സാം എഴുതി കിട്ടിയാൽ ഞാൻ ക്ലിയർ ആവുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ്. അപ്പോഴും ഓവർ കോൺഫിഡൻസ് ആണ്. എക്സാമിൻ്റെ ഡേറ്റ് മാത്രം മാതാവ് ചെയ്ത് തന്നാൽ മതി, ബാക്കി എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അപ്ലൈ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ ആദ്യം വിട്ട ഇമെയിലിൽ തന്നെ പുതിയതായിട്ടൊരു ഓഫീസർ എനിക്ക് റിപ്ലൈ തന്നു. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് നാളായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നടക്കാത്ത എന്താ? അപ്പോൾ ഇങ്ങനെ CV അയച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞ CV ഒക്കെ ഇതിനു മുമ്പ് ഒത്തിരി തവണ അയച്ചിട്ടുള്ള. അപ്പോൾ നിങ്ങൾ അയക്കുന്നത് ഈ യാഹൂ മെയിലിൽ നിന്ന് ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് CV കിട്ടുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് വേറൊരു Gmail നിന്ന് വല്ലതും അയച്ചാൽ. അപ്പോൾ Gmail അയച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് Gmail അയച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ആ എക്സാമിനുള്ള ഡേറ്റ് തന്നു. അപ്പോൾ ഈ ഡേറ്റ് 14-ാം തീയതി ജൂലൈ ആയിരുന്നു, കഴിഞ്ഞ ആഴ്ചയായിരുന്നു.
അപ്പോൾ ഞാൻ അതുപോലെ നമ്മുടെ ടിപ്പിക്കൽ സ്റ്റൈലിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാം കൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോയി. അപ്പോൾ എക്സാം തുടങ്ങിയപ്പോൾ തന്നെ എക്സാമിൻ്റെ പാനൽ പറഞ്ഞു, നിങ്ങൾക്ക് 5 സിനാരിയോസ് ഉണ്ട്, ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന എക്സാം അല്ലാന്ന് നിങ്ങൾക്ക് അറിയാം, പാസ് പെർസെൻറ്റേജ് കുറവാണെന്നറിയാം. ഈ 5 സെപ്പറേറ്റ് എക്സാം സിനാരിയോസും, അത് നമുക്ക് ഈ രോഗികളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഓരോ കോംപ്ലിക്കേറ്റഡ് കേസുകൾ അവർ പറയും, നമ്മളതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആൻസർ സാറ്റിസ്ഫാക്ടറി ആയിരിക്കണം. ഈ 5 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് പാസ്സായാൽ മാത്രമാണ് ഫൈനൽ റിസൾട്ട് പാസ്സാവുമായിരിക്കുള്ളൂ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എക്സാം തുടങ്ങി 4 ക്വസ്റ്റ്യനുകൾ വളരെ നന്നായിട്ട് പോയി, വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റി. 5ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ഐഡിയ ഇല്ല, അതൊരു എത്തിക്കൽ സിനാരിയോ ആണ്. എത്തിക്കൽ സിനാരിയോ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ലോ ഓഫ് ദ ലാൻഡ്, UAE നടക്കുന്ന ഒരു, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് ആശയറ്റ് പോകുന്ന അവസരങ്ങളിൽ നമ്മൾ ചില ഇപ്പോൾ സിക്കായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ റിവൈവ് ചെയ്യണ്ടെന്ന്, അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോ, ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ കിട്ടില്ല. ഇത്ര 1.5 വർഷമായിട്ട് ശ്രമിച്ച് അവസാന സ്റ്റേജിൽ നിൽക്കുന്ന എക്സാം ഇതാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങളോട് അടുത്ത മാസം ഓഗസ്റ്റ് മുതൽ മാറണമെന്നും പറഞ്ഞു. അപ്പോൾ UAE എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ എമിറേറ്റിനും ഓരോ ലോയാണ്. ഇപ്പം നമ്മൾ ഷാർജയിൽ വർക്ക് ചെയ്ത് അവിടെ റെക്കഗ്നീഷൻ കിട്ടിയാൽ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ റെക്കഗ്നീഷൻ കൂടെ കൊണ്ടാകാം. പക്ഷേ കിട്ടിയില്ലെങ്കിൽ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ 1.5 വർഷത്തെ ആപ്ലിക്കേഷൻ പിന്നെയും തുടങ്ങണം. അപ്പോൾ ഞാൻ 5th ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അറബ് ഡോക്ടേഴ്സാണ് അവിടുത്തെ എക്സാമിനേഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ ഈ എക്സാമിന് കയറുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി എനിക്ക് തൈലം തേച്ച് തന്നു, ഉപ്പൊക്കെ നാവിലിട്ട് തന്നു. എന്നിട്ട് എന്നോട് പോക്കറ്റിൽ ഉപ്പ് കരുതണം എന്ന് പറഞ്ഞു, എക്സാം ഹോളിൽ കയറുമ്പോൾ വെതറണം എന്നും പറഞ്ഞു. അപ്പോഴും അറിയാലോ, നമ്മൾ ബേസിക്കലി പകുതി മനസ്സോ ഉപ്പ് വെതറണോ, പോക്കറ്റിലിരുന്നാൽ പോരെ. അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ പതുക്കിനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവിടെ തൂകി താഴെ. നമ്മൾ കാണുന്നില്ലല്ലോ, ഇത്രയും പൊക്കമുള്ളൊരു ഡെസ്കിന് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് വിശ്വസിക്കില്ല നിങ്ങൾ, അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അറബിയിൽ. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഡോക്ടർ, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, ദിസ് ക്വസ്റ്റ്യൻ സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു, ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സിനാരിയോ ആണെങ്കിൽ ആൻസർ ചെയ്യാനേ പറ്റില്ല, ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ വിഡ്രോ ചെയ്യാണ്, പകരം വേറൊരു ക്വസ്റ്റ്യൻ തരാമെന്ന്. അപ്പോൾ അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം യൂഷ്വലി നമ്മൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ മാത്രമാണ് ഇങ്ങനത്തെ സിക്ക് പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ അവിടെ 90% പാടുള്ളൂ. വളരെ അപൂർവം ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ, ഞങ്ങൾ 2 പേരും അവിടെ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ ഹോസ്പിറ്റലുകളിൽ വളരെ വിരളമായിട്ടാണ് ഈ സിക്ക് പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടുത്തെ പോലെ അല്ല, ഡെത്തോ സിക്കായിട്ടുള്ള പേഷ്യൻസിൽ എന്തെങ്കിലും അബദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വർക്ക് ചെയ്യാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലൈസൻസ് അങ്ങനെ അവരാർക്കും കൊടുക്കാറുമില്ല. അപ്പം എനിക്ക് ഭയങ്കര അതിശയമായി. പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ക്വസ്റ്റ്യൻ മാറ്റിത്തരാമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഒരു ചാൻസ് വേറൊരു ക്വസ്റ്റ്യൻ തരും, അതിന് ആൻസർ പറയുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നു. അപ്പോഴും ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഫുള്ളായിട്ട് അവൻ വിമുക്തമായില്ല, എന്നാലും അത്യാവശ്യം പറഞ്ഞു ഒപ്പിച്ചു. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ അത്ര നന്നായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അവസാനത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിൽ കോൺഫിഡൻസ് ഇല്ല, കാരണം നമ്മൾ മെറിറ്റിൻ്റെ ആളാണല്ലോ. മെറിറ്റ് അങ്ങ് എന്നാലും എനിക്കതങ്ങ് പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പതുക്കനെ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ സീനിയർ എക്സാമിനർ എന്നെ ഇങ്ങനെ തിരിച്ചു വിളിച്ചു. യു ലുക്ക് ടു ബി വെരി അപ്സെറ്റ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ, വിഷമിക്കണ്ട, ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ട്രൈ ടു ഹെൽപ്പ് യു. 4 എണ്ണം നന്നായിട്ട് തന്നെ പറഞ്ഞല്ലോ. 5th ക്വസ്റ്റിനും ആൻസർ പറഞ്ഞു, പക്ഷേ ഭയങ്കര നന്നായിട്ടല്ല. അപ്പോൾ അപ്പോഴും നമുക്ക് പക്ഷേ ഇങ്ങനെ ഇനി റിസൾട്ട് വരുന്നവരെ ടെൻഷനാണ്. 14-ാം തീയതി എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ചിലപ്പോൾ ഇനി 1-2 ആഴ്ച എക്സാം. എന്തിനാ 2 ദിവസത്തിനുള്ളിൽ ഇമെയിലിൽ അവർ റിസൾട്ടും തന്നു, പാസ്സുമായി, നമുക്ക് ഈ ക്രെഡൻഷ്യലും തന്നു. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത മാസം ഞങ്ങൾ പുതിയ ജോലി സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ ക്രെഡൻഷ്യൽ ക്യാരി ഓവർ ചെയ്യാം. സപ്പോസ് അത് നടന്നില്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പുതിയ സ്ഥലത്ത് നിന്ന് ആദ്യം മുതൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റേജ് മുതൽ. അപ്പോൾ എനിക്കത് ഒരു മിറക്കിളാണോ എന്താണോ എന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ ശരിക്കും വിശ്വാസം വന്നു മാതാവിൽ. ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ആദ്യ സ്റ്റേജുകളിലൊക്കെ ജോത്സ്നയുടെ ഇത് കാണുമ്പോൾ പോലും ഞാൻ കളിയാക്കും. ഇത് സാക്ഷ്യം പറയുന്ന കേൾക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇത് രാത്രിയൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരത്തെ ഓഫാക്കുക, എപ്പോഴും ഇത് വെച്ചുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണെങ്കിൽ പോലും അവസാനം എനിക്കും അതേ തീവ്രമായ രീതിയിൽ തന്നെ ഇപ്പോൾ വിശ്വാസം വന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസങ്ങളിലെല്ലാം ഒരുമിച്ച് തന്നെ പ്രാർത്ഥന ചെല്ലാറുണ്ട്.
പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ പള്ളിയുടെ ഫ്രണ്ടിൽ, അതും ഒരു നമുക്ക് പരിചയമില്ലാത്ത നാട് UAE പോലൊരു നാട്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് ഒരുപാട് പേര്, ചിലർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പത്രം പോയവരുണ്ട്, ചിലർ മുഖം തിരിച്ചു പോയവരുണ്ട്, ചിലർ കളിയാക്കിയിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ അരമണിക്കൂർ പോലും നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഡോക്ടർമാരായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും തീവ്രമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസുകളും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ മകൾ ഇവിടെ നിന്ന് ടീനേജറായിട്ട് പോയതാണ്. അപ്പോൾ അവൾക്ക് അവിടുത്തെ സ്കൂളിൽ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് ഭയങ്കര ഫാമിലി ലൈഫ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇവിടെ നിന്ന് ഒരു ഈസി ലൈഫിന് വേണ്ടി അവിടെ ചെന്നെങ്കിലും നേരെ തകിടം മറിഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. ജോലി സംബന്ധമായ രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്ത രീതിയിലുള്ള എക്സ്പെർട്ടൈസ് ഉള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മോളുടെ ഇത് പിന്നെ വേറെ ഫാമിലി സപ്പോർട്ടില്ല, പാരൻസ് ഇവിടെ. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അറിയാം, നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ അത് മാതാവ് നടത്തി തരും. മാതാവ് ഈശോനോട് പറഞ്ഞ ഈശോയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും, മകൾക്കും ഒക്കെ ആ വിശ്വാസം വന്നു തുടങ്ങി. അപ്പോൾ ഒത്തിരി ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പറ്റാവുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ചില സമയങ്ങളിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ആൾക്കാരെ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല. ചിലവർ ഇങ്ങോട്ട് വരും, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തവർ, ഡോക്ടറെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, അതൊക്കെ എനിക്ക് ഭയങ്കര. മറ്റേ നമ്മൾ ഓരോരുത്തർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് മനസ്സിലിങ്ങനെ ആലോചിക്കുമോ, ഇവർ ജെന്യൂൻ ആയിരിക്കുമോ, ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടവരാണോ. ഇതിപ്പോൾ നമ്മളെ തേടി, ഞാൻ പറയാം, നമ്മൾ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയ നമ്മളോടും ഇന്ന് ജോസഫ് അച്ഛൻ ഇന്ന് രാവിലത്തെ ആ ഉടമ്പടി പുതുക്കെ പ്രാർത്ഥന എനിക്ക് തോന്നിയില്ല. നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ നമുക്ക് തിരിച്ചും വിശ്വസ്തത കിട്ടും എന്നുള്ള 100% ഷുവറാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതാനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നിയ കാര്യം.